ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിഞ്ഞ ഒരു വൈദികന്റെ അനുഭവ സാക്ഷ്യമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് കേട്ടു തീരുമ്പോൾ ഈ കൊച്ചു പ്രാർത്ഥനയുടെ ശക്തി എത്രത്തോളമെന്ന് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകും. 6 വയസ്സുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് ആൺകുട്ടി തന്റെ കത്തോലിക്കരായ കൂട്ടുകാർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കേട്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന മനഃപ്പാഠമാക്കി. അവനത് ഇഷ്ടമായിരുന്നതിനാൽ എന്നും ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ഒരു ദിവസം അവൻ മമ്മിയോട് പറഞ്ഞു, "മമ്മി, ഒന്ന് കേട്ടെ, എത്ര സുന്ദരമായ പ്രാർത്ഥനയാണിത്. ഇത് നീ മേലാൽ ചൊല്ലിപ്പോകരുത്." അമ്മ ശകാരിച്ചു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന കത്തോലിക്കരുടെ അന്ധവിശ്വാസം വളർത്തുന്ന പ്രാർത്ഥനയാണിത്. മറിയം നമ്മെപ്പോലുള്ള ഒരു സ്ത്രീ മാത്രമാണ്. നീ ആ ബൈബിൾ എടുത്തു വായിക്കൂ, നമുക്ക് ആവശ്യമായതെല്ലാം അതിലുണ്ട്. അന്നു മുതൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നത് അവൻ നിർത്തി. ബൈബിൾ വായിക്കുന്നതു മാത്രമായി അവന്റെ ഏക ഭക്തകൃത്യം. ഒരിക്കൽ സുവിശേഷം വായിക്കുന്നതിനിടയിൽ മാലാഖ കന്യകയായ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് അവൻ വായിക്കാനിടയായി. വളരെ ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടി അവൻ അമ്മയുടെ അടുക്കലേക്കോടി. "മമ്മി, നന്മ നിറഞ്ഞ മറിയമേ ഞാൻ ബൈബിളിൽ കണ്ടെത്തി." ഒറ്റ ശ്വാസത്തിൽ അവൻ അമ്മയോട് പറഞ്ഞു. ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനം. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം തിരുവചനം. ഇത് ബൈബിളിൽ ഉള്ളപ്പോൾ എങ്ങനെയാ മമ്മി നന്മ നിറഞ്ഞ മറിയം വിഗ്രഹ ആരാധകരുടെ പ്രാർത്ഥനയാകുന്നത്? അമ്മയ്ക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. മറ്റൊരവസരത്തിൽ എലിസബത്ത് കന്യകാമറിയത്തെ അഭിസംബോധന ചെയ്യുന്നതും മറിയത്തിന്റെ മനോഹരമായ സ്തോത്രഗീതത്തിൽ "ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന മറിയത്തിന്റെ സ്വയം വെളിപ്പെടുത്തും അവൻ കണ്ടെത്തി. അമ്മയോട് അനുവാദം ചോദിക്കാതെ തന്നെ ഒരിക്കൽ നിർത്തിയ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അവൻ വീണ്ടും പുനരാരംഭിച്ചു. രക്ഷകന്റെ അമ്മയായ മറിയത്തെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ജപിക്കുന്നതിൽ അവൻ അത്യധികം ആനന്ദം കണ്ടെത്തി. കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. 6 വയസ്സുകാരൻ 14 ഒരു കൗമാരക്കാരനായി. ഒരിക്കൽ അവന്റെ കുടുംബം കന്യകാമറിയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അവൻ കേട്ടു. മറിയം നമ്മെ പോലെ ഒരു സാധാരണ സ്ത്രീ മാത്രമാണ്, അമ്മ വീണ്ടും പറഞ്ഞപ്പോൾ അവന് സഹിക്കാനായില്ല. അവൻ അവരുടെ സംസാരത്തിൽ ഇടപെട്ടു. ആദത്തിന്റെ മറ്റു മക്കളെ പോലെ പാപത്തിന്റെ കറയേറ്റവളല്ല മറിയം. മാലാഖ അവളെ കൃപ നിറഞ്ഞവളെ എന്നും സ്ത്രീകളിൽ അനുഗ്രഹീതയെന്നുമാണ് വിളിച്ചത്. മറിയം യേശുവിന്റെ അമ്മയാണ്, അതുവഴി ദൈവമാതാവുമാണ്. ഇതിനേക്കാളും വലിയ മഹത്വം ഒരു സൃഷ്ടിക്കും അഭിലഷിക്കാനാവില്ല. സകല തലമുറകളും അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുമെന്ന് സുവിശേഷത്തിൽ പറയുന്നു. പക്ഷേ നിങ്ങൾ അവളെ നിന്ദിക്കാൻ ശ്രമിക്കുന്നു. സുവിശേഷത്തിന്റെ ചൈതന്യമല്ല നിങ്ങളുടേത്. മകന്റെ വാക്കുകൾ അമ്മയ്ക്ക് വലിയ ദുഃഖം സമ്മാനിച്ചു. "എന്റെ ദൈവമേ, എന്റെ മകൻ കത്തോലിക്ക സഭയിൽ പോപ്പിന്റെ മതത്തിൽ ചേരാൻ പോവുകയാണേ." അവൾ നെടുവീർപ്പെട്ടു. അധികം വൈകാതെ തന്നെ കത്തോലിക്ക സഭയുടെ ആധികാരികതയിൽ വിശ്വസിച്ച് അവൻ കത്തോലിക്ക സഭയിൽ അംഗമായി. വളരെ തീക്ഷ്ണമതിയായ ഒരു വിശ്വാസ സാക്ഷിയായി. കുറേ വർഷങ്ങൾക്ക് ശേഷം തന്റെ സഹോദരിയുടെ കല്യാണം കഴിഞ്ഞു എന്ന നമ്മുടെ കഥാനായകന് മനസ്സിലായി. അവന് സ്വന്തം സഹോദരിയെ കാണണമെന്നും ചേർത്ത് നിർത്തി ഒരാശംസ നേരണമെന്നും ഉണ്ടായിരുന്നു. പക്ഷേ അവൾ അവനെ അവഗണിച്ചുകൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു, "എന്റെ മക്കളെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിനക്കൊരറിവുമില്ല. അവരിൽ ആർക്കെങ്കിലും കത്തോലിക്കനാകാൻ ആഗ്രഹമുണ്ടായാൽ മാർപ്പാപ്പയുടെ മതം ആശ്ലേഷിക്കുന്നതിനേക്കാൾ അവരുടെ ഹൃദയത്തിൽ കഠാര കുത്തിയിറക്കി കൊല്ലുന്നതായിരിക്കും എനിക്ക് താല്പര്യം." പൗലോസിന്റെ മാനസാന്തരത്തിനു മുമ്പുള്ള കാലഘട്ടത്തേക്കാണ് സ്വന്തം സഹോദരിയുടെ കോപവും നിരാശയും അവനെ കൊണ്ടുപോയത്. ദമാസ്കസിലേക്ക് പോയ പൗലോസ് കുതിരപ്പുറത്തു നിന്ന് നിലം പതിച്ചതുപോലെ കഥാനായകന്റെ സഹോദരിയുടെ ജീവിതത്തിലും ഒരു വീഴ്ചയുണ്ടായി. അവളുടെ മക്കളിൽ ഒരാൾക്ക് ഗുരുതരമായ രോഗം പിടിപെട്ടു.
ഡോക്ടർമാർ തിരിച്ചുവരവിൻ്റെ പ്രതീക്ഷ കൈവിട്ടു. സഹോദരിയുടെ മകന്റെ രോഗാവസ്ഥയിൽ വിദ്വേഷമോ നീരസമോ മനസ്സിൽ വയ്ക്കാതെ അവൻ സഹോദരിയെ അന്വേഷിച്ച് ആശുപത്രിയിലെത്തി. വാത്സല്യത്തോടെ അവളോട് പറഞ്ഞു, പ്രിയ സഹോദരി, നിന്റെ കുഞ്ഞിന് സൗഖ്യം വേണം. അതാണ് നിന്റെ ഇപ്പോഴത്തെ ആവശ്യം. എങ്കിൽ നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമുക്കൊരുമിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഒരു പ്രാവശ്യം ചൊല്ലിയാലോ? നിന്റെ കുഞ്ഞ് സുഖപ്പെടുകയാണെങ്കിൽ കത്തോലിക്ക വിശ്വാസ പ്രമാണങ്ങൾ പഠിക്കുമെന്നും അതിനുശേഷം കത്തോലിക്ക വിശ്വാസം ശരിയാണെന്ന നിഗമനത്തിൽ നീ എത്തിയാൽ എന്തു ത്യാഗം സഹിച്ചും കത്തോലിക്ക സഭയിൽ ചേരാമെന്നും ദൈവത്തോട് വാഗ്ദാനം ചെയ്യുക. സഹോദരന്റെ ഡിമാൻഡിനോട് ആദ്യം വൈമനസ്യം കാണിച്ചുവെങ്കിലും മകന്റെ രോഗം കീഴടങ്ങാൻ അവളെ പ്രേരിപ്പിച്ചു. അവൾ സഹോദരനൊപ്പം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്കായി ആദ്യമായി ചുണ്ടുകൾ ചലിപ്പിച്ചു. അത്ഭുതം തന്നെ സംഭവിച്ചു. അടുത്ത ദിവസം സഹോദരിയുടെ മകൻ സുഖപ്പെട്ടു. സഹോദരി വാഗ്ദാനം നിറവേറ്റി. കത്തോലിക്ക വിശ്വാസ സംഹിതകൾ പഠിക്കാൻ ആരംഭിച്ചു. സത്യം ബോധ്യമായപ്പോൾ കത്തോലിക്ക സഭയിൽ സകുടുംബം ചേർന്നു. അങ്ങനെ അവൾ വിശ്വാസ തീക്ഷ്ണതയിൽ പൗലോസ്ലിഹായുടെ സഹോദരിയായി. തനിക്ക് അപ്പസ്തോലനായ സ്വന്തം സഹോദരനെ സ്നേഹം കൊണ്ടവൾ കീഴടക്കാൻ തുടങ്ങി. ഫാദർ ഫ്രാൻസിസ് ടക്വേൽ തൻ്റെ ഒരു വചന സന്ദേശത്തിൽ പറഞ്ഞ കഥയാണിത്. ഇനിയാണ് യഥാർത്ഥ ട്വിസ്റ്റ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, കത്തോലിക്കനായ ആ ആൺകുട്ടി സഹോദരിയെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മാനസാന്തരപ്പെടുത്തിയ ആ ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചു. ആ പുരോഹിതനാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ഞാൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ മറിയത്തെ പൂർണ്ണമായി സ്നേഹിക്കുവിൻ. ആ അമ്മയെ ബഹുമാനിക്കാതെ, ആ അമ്മയുടെ ജപമാല പ്രാർത്ഥന ജപിക്കാതെ ഒരു ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകരുത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ വൈദികൻ തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്.